Good morning. Share the screen. Okay, share alle. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ വരെയായിരുന്നു പറഞ്ഞത് ഒരു സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ ചെയ്യരുതാത്ത കാര്യങ്ങളോ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഡൂസ് ആൻഡ് ഡോൺസ്. സെലക്ഷൻ ഇന്റർവ്യൂവില് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങള്. ഡോൺസ് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു സെലക്ഷൻ ഇന്റർവ്യൂവിൽ ചെയ്യാൻ പറ്റാത്തത്? എന്തൊക്കെയാ? ഡ്രസ്സിംഗ് കാഷ്വലി അല്ലെ, സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഡ്രസ്ഡ് യൂണിഫോർമലി, ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് വേണം ധരിക്കാൻ, കാഷ്വൽ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, സാധാരണ വസ്ത്രം ധരിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ പോയിന്റിൽ എന്താ? വയലേറ്റിംഗ് ദ ഇന്റർവ്യൂവേഴ്സ് പേഴ്സണൽ സ്പേസ്. ഇന്റർവ്യൂവറിന്റെ പേഴ്സണൽ സ്പേസ് വയലേറ്റ് ചെയ്യാൻ പാടില്ല അല്ലെ. എന്താണ്? അതിക്രമിച്ച് കിടക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലംഘിക്കാൻ പാടില്ല. ഇന്റർവ്യൂവേഴ്സിന്റെ പേഴ്സണൽ സ്പേസ് ലംഘിക്കാൻ പാടില്ല. അടുത്ത് നോക്കിയേ, മൂന്നാമത്തെ എന്താ? മിസ് ട്രീറ്റിംഗ് ദ സപ്പോർട്ട് സ്റ്റാഫ്. സപ്പോർട്ട് സ്റ്റാഫ് അതായത് ലോവർ ലെവലിലുള്ള സ്റ്റാഫിനോട് മോശമായിട്ടൊന്നും പെരുമാറാൻ പാടില്ല. ഫോർത്ത് പോയിന്റിൽ എന്താ? സ്റ്റാൻഡിങ് ഔട്ട് ഫോർ ദ റോങ് റീസൺ. തെറ്റായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ആയിട്ടുള്ള ന്യായവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും നിൽക്കാൻ പാടില്ല. ഗെറ്റിംഗ് പേഴ്സണൽ. എങ്ങനെയാ? നമ്മൾ ഒത്തിരി പേഴ്സണൽ ആവരുത് അല്ലെ. എങ്ങനെയായിരിക്കണം? ഈ ഇന്റർവ്യൂവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനോട് കാൻഡിഡേറ്റ്സ് എങ്ങനെ വേണം ആൻസർ ചെയ്യാൻ? എങ്ങനെ വേണം? ആൻസറിങ് ജനറൽ മാനർ, സാധാരണ രീതിയിൽ, വിത്തൗട്ട് ഗെറ്റിംഗ് ടു പേഴ്സണൽ അബൌട്ട് ഇറ്റ്. ഒത്തിരി നമ്മൾ പേഴ്സണൽ ആയിട്ട് നമ്മൾ ഒത്തിരി വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ പാടില്ല. ജനറൽ മാനറിലാണ് സംസാരിക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്താണ് ഫിജക്റ്റിംഗ്. ഫിജക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അസ്വസ്ഥത, അങ്ങനെയൊന്നും ഇന്റർവ്യൂവിൽ പാടില്ല. അപ്പൊ അസ്വസ്ഥരായിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുന്നു? ഇന്റർവ്യൂവേഴ്സ് അവരെ സെലക്ട് ചെയ്യാനുള്ളതിനെ തടയുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഒരു അസ്വസ്ഥതയൊന്നും പാടില്ല. അടുത്തത് ഏതാ? ലൈൻ നോണ പറയാൻ പാടില്ല അല്ലെ. ഇപ്പൊ നമ്മൾ നോണയൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന ഡിഗ്രി ഉണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന്റെ മുന്നിൽ നോണ പറഞ്ഞിട്ട് നമ്മൾ ആ ജോലിക്ക് കയറി കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഇന്റർവ്യൂവറിന്റെ കയ്യിൽ കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ട് അല്ലെ, ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന കറക്റ്റ് വിവരങ്ങളുണ്ട്. അപ്പൊ അത് പിന്നീട് അത് ചെക്ക് ചെയ്യുമ്പോഴോ എന്തെങ്കിലും അത് തെറ്റാണ്, ഈ നമ്മുടെ കാൻഡിഡേറ്റ്സ് പറഞ്ഞത് തെറ്റാണെന്ന് അറിയുമ്പോൾ എന്താണ്? ആ കാൻഡിഡേറ്റ്സിന്റെ റെപ്യൂട്ടേഷനും കാൻഡിഡേറ്റ്സിന്റെ ഫ്യൂച്ചറിലെ ഭാവിയിലുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി, ജോബ് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇത്രയും പോയിന്റ്സ് അല്ലേ നമ്മൾ പറഞ്ഞത്? 7 പോയിന്റ്സ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ തീർത്തത്? ചെയ്യാൻ പറ്റാത്തത് ഇത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നിങ്ങളൊരു ഇന്റർവ്യൂവിനൊക്കെ പോകാനുള്ളതാണ്. അപ്പൊ ആ സമയത്ത് ഈ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അടുത്ത് നോക്കി 8th പോയിന്റ്, ബാഡ് മൗത്തിങ് എ ഫോർമർ എംപ്ലോയർ. ഇനി നമ്മുടെ ഫോർമർ എംപ്ലോയർ, മുമ്പ് നമ്മൾ ഏതെങ്കിലും ജോലിയൊക്കെ ചെയ്തിരുന്ന നമ്മുടെ മുന്നുള്ള എംപ്ലോയറിനെ കുറിച്ച് ബാഡ് മൗത്തിങ്, മോശം വാക്കുകൾ സംസാരിക്കാൻ പാടില്ല. The interviewee should not say negative thing or share grievance. Grievance എന്ന് പറഞ്ഞാൽ എന്താ? പരാതി. Related to his or her previous employers. അല്ലെ, നമ്മുടെ മുന്നേ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ അവിടുത്തെ എംപ്ലോയറിനെ കുറിച്ച് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇറ്റ് ക്രിയേറ്റ് എ നെഗറ്റീവ് ഇംപ്രഷൻ ഇൻ ഫ്രണ്ട് ഓഫ് ഇന്റർവ്യൂവേഴ്സ്. അതെന്തുണ്ടാക്കും? അപ്പൊ നമ്മൾ പണ്ട് ജോലി ചെയ്ത അവിടുത്തെ എംപ്ലോയറിനെ കുറിച്ച് മോശം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ആ എന്താ ഇന്റർവ്യൂവറിന്റെ ഇടയിൽ എന്തുണ്ടാക്കുന്നു? ഒരു നെഗറ്റീവ് ഇംപ്രഷൻ അല്ലെ. ഇതെന്താണ് എന്നുള്ള ഒരു ഇത് വരൂലേ? നമ്മൾ മോശമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ ആ ഇന്റർവ്യൂവറിന്റെ ഇടയിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കുന്നു. Instead, the candidate should reply in calm and positive manner if asked about the past employers. നമ്മൾ എങ്ങനെ വേണം സംസാരിക്കാനായിട്ട്? നമ്മുടെ പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ കാൻഡിഡേറ്റ്സ് എങ്ങനെ വേണം റിപ്ലൈ ചെയ്യാനായിട്ട്? കാം, ശാന്തമായിട്ട്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ല രീതിയിൽ തന്നെ വേണം സംസാരിക്കാൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക അതില്. The interview should not say negative thing or share grievance related to his or her previous employers.
പ്രീവിയസ് എംപ്ലോയറിനെ കുറിച്ച് എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും ഒന്നും എന്താണ് ഇന്റർവ്യൂവറിനോട് പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഇന്റർവ്യൂവറിന്റെ ഇടയിൽ എന്തുണ്ടാക്കുന്നു, ഒരു ബാഡ് ഇംപ്രഷൻ അല്ലെ, ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഉണ്ടാക്കുന്നു. അതിന് പകരം നമ്മൾ എങ്ങനെ വേണം സംസാരിക്കാനായിട്ട്, നമ്മുടെ പാസ്റ്റ് എംപ്ലോയറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എങ്ങനെ വേണം സംസാരിക്കാൻ, കാം ആൻഡ് പോസിറ്റീവ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്, the candidate should reply in calm and positive manner if asked about the past employees. Underline ചെയ്തോ? Okay. Then അടുത്ത നോക്കിയേ, adding filler phrases. ഫില്ലർ ഫ്രേസസ് നമ്മൾ അത് ചെയ്യാൻ പാടില്ല. എന്താ ഫില്ലർ ഫ്രേസസ് എന്ന് പറഞ്ഞേ, നമ്മൾ ചിലപ്പോ ചോദിക്കും എന്നൊക്കെ ഒരു മോളലൊക്കെ പറയൂലേ, എസ് ഓർ നോ, കറക്റ്റ് നമ്മൾ പറയാതെ നമ്മൾ ചിലപ്പോ അങ്ങനെയൊക്കെ നമ്മൾ പറയൂലേ, അതാണ് ഫില്ലർ ഫ്രേസസ്. അപ്പൊ ഒരു ഇന്റർവ്യൂ സെലക്ഷൻ ഇന്റർവ്യൂവിൽ നമ്മൾ ആ ഫില്ലർ ഫ്രേസുകൾ പറയാൻ പാടില്ല. മോസ്റ്റ് ഓഫ് ദ കാൻഡിഡേറ്റ്സ് യൂസ് ഫില്ലർ ഫ്രേസസ് ലൈക്ക് or are while they think of the answer. ഉണ്ടോ? അതായത് ഇന്റർവ്യൂവർ നമ്മളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയോ അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ എന്താ കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയണം. അവിടെ ഒരു മുക്കളോ ഒരു മുക്കി ഉന്നോ അല്ലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ എന്താ പറയാ, അങ്ങനെയുള്ള ഇതൊന്നും പറയാൻ പാടില്ല. This should simply be avoided as it creates a reflection that the candidates do not know the answer or is trying to make out one. അപ്പൊ അതെന്താണ് കാണിക്കുന്നത്, അതെന്താ കാണിക്കുന്നേ? അപ്പൊ നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് പറയാതെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റിഫ്ലക്ട് ചെയ്ത്, അങ്ങനെയുള്ള ആ ഫില്ലർ ഫ്രേസുകൾ നമ്മുടെ സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾ ഒഴിവാക്കണം. അതെന്താണ് ആ റിഫ്ലക്ട് ചെയ്യുന്നത്, ആ കാൻഡിഡേറ്റ്സിന് അതിന്റെ ആൻസർ കറക്റ്റ് അറിയില്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓർ ഈസ് ട്രൈ ടു മേക്ക് ഔട്ട് വൺ, അല്ലെങ്കിൽ നമ്മൾ അതിന് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയില്ല എന്നുള്ളതാണ് ഫില്ലർ ഫ്രേസുകൾ ഉപയോഗിക്കുന്നത് നമ്മൾ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന്. മനസ്സിലായോ? അപ്പൊ എന്തായാലും നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് അത് കറക്റ്റ് ആൻസർ പറയുക. ഇനി പറയില്ലെങ്കിലും നമ്മൾ അത് അറിയില്ല എന്ന് തന്നെ തുറന്ന് പറയുക. അവിടെ ഇങ്ങനെ മുക്കടോ ഒരു മുക്കി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഉള്ളതൊക്കെ ഫില്ലർ ഫ്രേസുകളൊക്കെ സെലക്ഷൻ ഇന്റർവ്യൂവില് നമ്മൾ ഒഴിവാക്കണം. ക്ലിയർ ആയേ? ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ആ ഫില്ലർ ഫ്രേസ് എന്താ റിഫ്ലക്ട് ചെയ്യുന്നത്, that the candidate does not know the answer or is trying to make out one. ആൻസർ ആ കാൻഡിഡേറ്റ്സിന് അറിയില്ല, അല്ലെങ്കിൽ എന്താ നമ്മൾ അതിന്റെ ആൻസർ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അല്ലെ എന്നുള്ളതാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. അടുത്തത് നോക്കിയ ലാസ്റ്റ്, leaving the phone on. ഇനി അടുത്ത് എന്താ, നമ്മൾ ഫോൺ ഓൺ ആക്കി വെക്കാൻ പാടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെ. ഇപ്പൊ ഫോണില്ലാത്തവരാരും തന്നെയില്ല. നമ്മളൊരു ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമ്മുടെ ഫോൺ ഒരിക്കലും ഓൺ ആക്കി വെക്കാൻ പാടില്ല. അതായത് നോക്കിയേ, ഫോൺ റിംഗിങ് ഇൻ ദ ഇന്റർവ്യൂ റൂം ഓർ റിസീവിംഗ് എ കോൾ ഡ്യൂറിംഗ് ആൻ ഇന്റർവ്യൂ ഈസ് എ റോസ്റ്റ് കേസസ് സെനാരിയോ ഫോർ ആൻ ഇന്റർവ്യൂ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മോശം കാര്യമാണ് അല്ലെ. എന്താ, നമ്മൾ ഇന്റർവ്യൂവിന് പോയിരുന്നു, അപ്പൊ ഫോൺ ബെല്ലടിക്കുക, നമ്മൾ ആരെങ്കിലും വിളിക്കുക, ഫോൺ റിംഗ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സമയത്ത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോള് റിസീവ് ചെയ്യുന്നത്, ഇതൊക്കെ എന്ത് കാര്യ, ഒരു മോശമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അത് മോശമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. It is the last thing that the HR manager wants to see in the candidates. ഒരു HR മാനേജർ കാൻഡിഡേറ്റ്സിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് അത്. അത് ചെയ്യാൻ പാടില്ല നമ്മൾ. HR മാനേജർ കാൻഡിഡേറ്റ്സിൽ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് എന്ത്, നമ്മൾ ഇന്റർവ്യൂവില് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ റിംഗ് ചെയ്തതൊന്നും അവർക്ക് ഇഷ്ടാവില്ല. അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. The candidate should never leave their phone in a ringing or vibrating mode during an interview. എങ്ങനെ വെക്കരുത്? The candidate should not never leave their phone in a ringing വെക്കരുത്, or vibrating mode. വൈബ്രേറ്റിംഗിലാണെങ്കിൽ വിളിക്കുമ്പോൾ ഒരു വൈബ്രേഷൻ വരുമ്പോഴും നമുക്കൊരു ഇതായിരിക്കുമല്ലോ അല്ലെ, ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ രീതിയിൽ വെക്കരുത്.
The candidate should never leave their phone in a ringing or vibrating mode during an interview. അതിനകത്തെ ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തേരെ കേട്ടോ. Phone ringing, first sentence underline ചെയ്തിട്ടോ. Phone ringing in the interview room or receiving a call during an interview is the first case scenario for an interviewee. The candidate should never leave their phone in a ringing. എങ്ങനെ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞേക്കണേ? റിംഗിങ് മോഡിലോ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുന്ന രീതിയിലോ ഈ കാൻഡിഡേറ്റ്സ് അവരുടെ ഫോണ് വെക്കരുത്. ക്ലിയർ ആണോ? 3 പോയിന്റ്സ് എന്ന് പറഞ്ഞത്. ഫോർമർ എംപ്ലോയറിനെ കുറിച്ച് ഒരു മോശം സംസാരം ഒന്നും സംസാരിക്കാൻ പാടില്ല. പിന്നെ ഫില്ലർ ഫ്രേസുകൾ എന്നുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. സ്ട്രെയിറ്റ് ആയിരിക്കണം. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ ഡയറക്റ്റ് നമ്മൾ പറയുക. ഇനി അഥവാ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് തന്നെ നമ്മളത് പറയുക. ഓക്കെ, ലീവിംഗ് ദ ഫോൺ ഓൺ. പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ ഫോൺ ഓൺ ആക്കി വെക്കാൻ പാടില്ല. അത് നമ്മൾ ഒരിക്കലും ഒരു HR മാനേജർ കാൻഡിഡേറ്റ്സ് കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ റൂമിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമ്മുടെ ഫോൺ ബെല്ലടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആരെയും വിളിച്ച് ഫോൺ റിസീവ് ചെയ്യുന്നതൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ അവര് കാൻഡിഡേറ്റ്സ് അവരുടെ ഫോണ് റിംഗിങ്ങിലോ അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡിലോ നമ്മൾ അത് വെക്കരുത്. ക്ലിയർ അല്ലേ? 3 പോയിന്റ്സ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ ഓക്കെ അല്ലേ? ചിഞ്ചു, വെറ്റി, അമ്മു, പ്രീതി. ഓക്കെ, നെക്സ്റ്റ് ആണ് മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂസ്. നമ്മുടെ ടോപ്പിക് ഒക്കെ തീരാറായി. എക്സാമിനൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയോ? കുറച്ച് ഇതും കൂടി ഉള്ളു നമുക്ക്. എക്സാമിനൊക്കെ കുറച്ചായിട്ടൊക്കെ പഠിച്ചു തുടങ്ങിക്കോട്ടോ. ആദ്യത്തേക്ക് ഉള്ളതൊക്കെ ഫസ്റ്റ് എക്സാം ഒക്കെ നമുക്ക് ഈസി ആയിരുന്നു അല്ലേ? കുറച്ച് സമയം കിട്ടുന്നത് അന്നന്ന് എടുക്കുന്നത് ഇനിയുള്ളത് അന്നന്ന് തന്നെ വായിച്ചു വെക്കാം. അപ്പൊ പിന്നെ ഇതിന് അതിന്റെ സമയം കണ്ടെത്തണ്ടല്ലോ നമുക്ക്. ഓക്കെ, മെറിറ്റ്സ് ഓഫ് ഇന്റർവ്യൂസ്. ഇനി ഒരു ഇന്റർവ്യൂവിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ്? Interview is advantageous for both the employers and the job seekers in the following ways. ഒരു ഇന്റർവ്യൂ എംപ്ലോയറിനും അതുപോലെ ജോബ് സീക്കേഴ്സ് ജോലി അന്വേഷിക്കുന്നവര് അല്ലെ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ ഒരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടുപേർക്കും ഗുണമുണ്ട്. ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് എംപ്ലോയറിനും അതുപോലെ ജോബ് സീക്കേഴ്സിനും ഒരുപോലെ നമുക്ക് ഒരു ഗുണകരമാണ്, അഡ്വാൻറ്റേജ് ആണ്. ഫസ്റ്റ് നോക്കിയേ, എംപ്ലോയറിന് ഇനി ഒരു ഇന്റർവ്യൂ നടത്തുന്നത് വഴി എന്തൊക്കെ ഗുണങ്ങളാണ് എംപ്ലോയറിന് ഉള്ളത്? ഓക്കെ, പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ്. ഒന്നാമത്തെ കാര്യം എന്താ? എംപ്ലോയറിന് ഒരു ഇന്റർവ്യൂ നടത്തുന്ന വഴിയുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ provides information about job seeking candidates. ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിലെ അവരെ കുറിച്ചുള്ള വിവരങ്ങള് ഇന്റർവ്യൂവറിന് കിട്ടും അല്ലെ. അതും ആ ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സ്, ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് ഇന്റർവ്യൂവറിന് ഒരു ഇന്റർവ്യൂവിലൂടെ നൽകുന്നു. അതായത് ഈ ഇന്റർവ്യൂവറിന് ആ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. അതായത് ആ ഇന്റർവ്യൂവിന് കാൻഡിഡേറ്റ്സിനെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഇതൊരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. Okay, an interview helps an employer in gathering complete information about the candidates looking for a job. Underline ചെയ്തിട്ടോ sentence. Dash help an employer. an interview help an employer. ഒരു ഇന്റർവ്യൂ എംപ്ലോയറിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനാ? എങ്ങനെ? in gathering the complete information. ഗ്യാദർ ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക. കംപ്ലീറ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ. ആരെ കുറിച്ചിട്ടുള്ള? about the candidates looking for the job. ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ എംപ്ലോയറിനെ ഒരു ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടോ സെന്റൻസ്. Next, okay, an interview obtain information about an individual pertaining to his cultural and educational background, work experience, intelligence quotient, communication skill, personality type, interest, social behavior, etc. അപ്പൊ നമുക്ക് നോക്കി ഇവിടെ എന്തൊക്കെ പറഞ്ഞേക്കണേ? ആ കാൻഡിഡേറ്റ്സിന്റെ
കൾച്ചറൽ ആയിട്ടുള്ള, സാംസ്കാരികമായിട്ടുള്ള, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വിദ്യാഭ്യാസപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, എത്ര വർഷം എന്താ വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് എക്സ്പീരിയൻസ്, ഇന്റലിജൻസ് ക്വോഷ്യന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, പേഴ്സണാലിറ്റി, അവരുടെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങള്, സോഷ്യൽ ബിഹേവിയർ, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങള് ഒരു ഇന്റർവ്യൂവിൽ നിന്ന് ലഭിക്കും. ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ കാൻഡിഡേറ്റ്സിൽ നിന്ന് ഈ വിവരങ്ങൾ എന്തായാലും എംപ്ലോയറിന് കിട്ടും. മനസ്സിലായോ? പെർട്ടൈനിങ് എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട്, ഒരു ജോബ് സീക്കിംഗ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കൾച്ചറൽ ആയിട്ടുള്ള, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, വർക്ക് എക്സ്പീരിയൻസ്, ഇന്റലിജന്റ് ക്വോഷ്യന്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി ടൈപ്പ്, ഇൻട്രസ്റ്റ്, സോഷ്യൽ ബിഹേവിയർ. കണ്ടോ? ഇൻട്രസ്റ്റ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ, ഇതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, ഇതിനെ കുറിച്ചുള്ള നമുക്ക് എല്ലാ വിവരങ്ങളും ആർക്ക് ഇന്റർവ്യൂവറിന് കിട്ടും. ക്ലിയർ ആയോ ആ പോയിന്റ്സ്? ഫസ്റ്റ് ഓക്കെ അല്ലേ? അപ്പൊ ഒരു ഇന്റർവ്യൂവറിന് നമ്മള് ഇന്റർവ്യൂവിലൂടെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാനായിട്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കാനായിട്ട് ഇന്റർവ്യൂവിലൂടെ സാധിക്കുന്നു. ക്ലിയർ അല്ലേ ഫസ്റ്റ് പോയിന്റ്? ഇനി നെക്സ്റ്റ് നോക്കിയേ. ഓക്കെ ആണോ? അവിടെ ഇല്ലേ രാവിലെ തന്നെ ആർക്കൊരു ഇതില്ലല്ലോ, ഒരു എനർജറ്റിക് അല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഓക്കെ, ഹെൽപ് ടു സെലക്ട് ദ റൈറ്റ് കാൻഡിഡേറ്റ്. ഇനി ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ശരിയായ കാൻഡിഡേറ്റ്സിനെ എന്താ നമ്മള് സെലക്ട് ചെയ്യാനായിട്ട് ആർക്ക് ഇന്റർവ്യൂവറിന് ഒരു ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. കണ്ടോ? ഇന്റർവ്യൂ നടത്തി കറക്റ്റ് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇന്റർവ്യൂവറിനെ സഹായിക്കുന്നത് ഇന്റർവ്യൂ തന്നെയാണ്. ഇന്റർവ്യൂവിലൂടെ ശരിയായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. An interview facilitate face-to-face conversation of the interviewer with the candidates. എന്താണ് ചെയ്തിട്ട്? ഇന്റർവ്യൂ ഫെസിലിറ്റേറ്റ് എന്താണ്? ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ, മുഖാമുഖം, അല്ലേ? മുഖാമുഖം, ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. ആരൊക്കെ തമ്മില്? ഇന്റർവ്യൂവർ വിത്ത് ദ കാൻഡിഡേറ്റ്സ്. ഇന്റർവ്യൂവർ കാൻഡിഡേറ്റ്സ് തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് കോൺവെർസേഷന്റെ ഫെസിലിറ്റി ആർക്ക് നമുക്ക് ആ ഇന്റർവ്യൂ നടത്തുന്നതിലൂടെ ഇന്റർവ്യൂവറിന് ലഭിക്കും. അതായത് അവർ തമ്മിലൊരു ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഏത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Thus, an interviewer can make a accurate decision, കൃത്യമായിട്ടുള്ള തീരുമാനം about the selection or rejection of the candidates. അതുകൊണ്ട് തന്നെ അല്ലെ നേരിട്ട് സംസാരിക്കുകയാണ്. അപ്പോ ആ ഇന്റർവ്യൂവറിന് നമ്മള് കൃത്യമായിട്ടുള്ള തീരുമാനം, ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ എന്നുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം, ആക്യുറേറ്റ് ഡിസിഷൻ ഇന്റർവ്യൂവറിന് എടുക്കാൻ പറ്റും. Interviewer can make an accurate decision, കൃത്യമായിട്ടുള്ള തീരുമാനം, അല്ലെ? ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ അവരെ കുറിച്ച് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് നമുക്ക് ആ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യണോ, അതേക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കാനായിട്ട് ഇന്റർവ്യൂവറിനെ ഹെൽപ്പ് ചെയ്യും. A personal interview is the best option to be used by interviewers while selecting the right person for the right job. A personal interview is the best option. ഏറ്റവും നല്ല ഓപ്ഷൻ ഏതാണെന്ന് പറഞ്ഞേക്കുന്നേ? ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ, ശരിയായ ജോലിക്ക് ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇന്റർവ്യൂവർ എന്നുള്ള നല്ലൊരു ഓപ്ഷൻ ആണ് പേഴ്സണൽ ഇന്റർവ്യൂ. അണ്ടർലൈൻ ചെയ്തിട്ടോ? പേഴ്സണൽ ഇന്റർവ്യൂ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഏറ്റവും നല്ല ഓപ്ഷൻ പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. എന്താണ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ടു ബി യൂസ്ഡ്. എന്തുകൊണ്ടാ? ആ കാൻഡിഡേറ്റ് ശരിയായ കാൻഡിഡേറ്റ്സിനെ ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഏറ്റവും നല്ല ഓപ്ഷൻ പേഴ്സണൽ ഇന്റർവ്യൂ ആണ്. അടുത്ത മൂന്നാമത്തെ നോക്കിയേ, ഇംപ്രൂവ്സ് ഗുഡ് വിൽ ഓഫ് എംപ്ലോയേഴ്സിന്റെ ഗുഡ് വില്ല്, അല്ലെ?
എന്താണ് ഗുഡ്വില്ല് നിലനിർത്താൻ സഹായിക്കുന്നു. ഇംപ്രൂവ്സ് ഗുഡ്വിൽ ഓഫ് എംപ്ലോയേഴ്സ്, എംപ്ലോയേഴ്സിന്റെ ഗുഡ്വില്ല് ഇംപ്രൂവ് ചെയ്യാൻ, അല്ലെ, സത്കീർത്തി ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. എങ്ങനെയാ? ആൻഡ് ഇന്റർവ്യൂ ആക്ട് ആസ് എ പബ്ലിക് റിലേഷൻ ടൂൾ, ഇന്റർവ്യൂ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പബ്ലിക് റിലേഷൻ ടൂൾ ആണ്, അല്ലെ. ഒത്തിരി കാൻഡിഡേറ്റ്സുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഇന്റർവ്യൂവിലൂടെ ആർക്ക് ഒരു എംപ്ലോയേഴ്സിന് കിട്ടൂലേ, അല്ലെ, എംപ്ലോയേഴ്സിന് കിട്ടും. ഒത്തിരി ആളുകളുമായിട്ട് പരിചയപ്പെടാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം ഇന്റർവ്യൂവിലൂടെ കിട്ടും. ഇന്റർവ്യൂ ആക്ട് ആസ് എ പബ്ലിക് റിലേഷൻ ടൂൾ, അണ്ടർലൈൻ ചെയ്തോട്ടോ. പബ്ലിക് റിലേഷൻ ടൂൾ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്റർവ്യൂ മസ്റ്റ് ബി അഡ്മിനിസ്ട്രേറ്റഡ് പ്രോപ്പർലി ഇൻ എ കൺജീനിയൽ എൻവയോൺമെന്റ്. ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഇന്റർവ്യൂ നടത്താനായിട്ട്. അണ്ടർലൈൻ ചെയ്തിട്ട് സെന്റൻസ്, ഇന്റർവ്യൂ മസ്റ്റ് ബി അഡ്മിനിസ്ട്രേറ്റഡ് പ്രോപ്പർലി ഇൻ എ കൺജീനിയൽ എൻവയോൺമെന്റ്, സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വേണം ഇന്റർവ്യൂ നടത്താൻ. The candidates called for an interview should be dealt with the dignity and respect. ആ ഇന്റർവ്യൂവിന് വിളിക്കുന്ന കാൻഡിഡേറ്റ്സ് ഇല്ലേ, അവരോട് എങ്ങനെയാ നല്ലൊരു ബഹുമാനത്തോടും അന്തസ്സോടും കൂടി വേണം പെരുമാറാനായിട്ട്. മാന്യമായും ബഹുമാനത്തോടും കൂടി വേണം പെരുമാറാൻ. There should be an effort towards making the candidates feel happy about the employer. അപ്പൊ അങ്ങനെ ആ ഒരു നല്ലൊരു എഫേർട്ട് ആർക്ക് കാൻഡിഡേറ്റ്സിന് എംപ്ലോയറിനെ കുറിച്ച് ഒരു നല്ലൊരു സന്തോഷം ഉണ്ടാകാൻ, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനും അവരോട് നല്ല റെസ്പെക്ട് ഡിഗ്നിറ്റി മാന്യമായിട്ടും പെരുമാറുമ്പോൾ കാൻഡിഡേറ്റ്സിന് സന്തോഷം ഉണ്ടാവുന്നു, അല്ലെ. ആ കാൻഡിഡേറ്റ്സിന് സന്തോഷം ഉണ്ടാവുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ബീങ് സെലക്ടഡ് ഓർ റിജക്റ്റഡ്, കണ്ടോ, സെലക്ട് ചെയ്താലും സെലക്ട് ചെയ്തില്ലെങ്കിലും, അല്ലെങ്കിൽ സെലക്ട് ചെയ്താലും റിജക്ട് ചെയ്താലും ആ കാൻഡിഡേറ്റ്സിനോട് നല്ല രീതിയിൽ പെരുമാറുന്നത്, ബഹുമാനത്തോടു കൂടി മാന്യമായി പെരുമാറുന്നത് ആ കാൻഡിഡേറ്റ്സിന്റെ ഇടയിൽ എന്തുണ്ടാക്കുന്നു? നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്നു. കാൻഡിഡേറ്റ്സ് ഫീൽ ഹാപ്പി. നെക്സ്റ്റ് നോക്കിയേ, അവര് എങ്ങനെയാ സെലക്ട് ചെയ്താലും അല്ലെങ്കിലും, ഇപ്പൊ സെലക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ എന്താ, അവര് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്ക് എന്താണ് ഒരു നല്ലൊരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. This will enhance the employer image. ഇത് എംപ്ലോയറിന്റെ ഇമേജ് മെച്ചപ്പെടുത്തും. ചെയ്തോട്ടോ, അല്ലെ. ആ ഇന്റർവ്യൂവർ അല്ലെങ്കിൽ അവിടെ എംപ്ലോയർ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്കുടെ ഇമേജ് എന്ത് ചെയ്യുന്നു? മെച്ചപ്പെടുത്തും. Thus a good interview section always add to a goodwill of the employer. അങ്ങനെ നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ എന്ത് ചെയ്യുന്നു? എംപ്ലോയറിന്റെ ഗുഡ്വില്ല്, അല്ലെ, നല്ല സത്കീർത്തി, സൽസ്വഭാവം വർദ്ധിപ്പിക്കുന്നു. കാൻഡിഡേറ്റ്സുമായിട്ട് നല്ലൊരു ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അവരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നമുക്കാണെങ്കിൽ ഒരു മതിപ്പ് വരുമല്ലേ, ആ എംപ്ലോയറിനെ കുറിച്ച് നമുക്ക് നല്ലൊരു മതിപ്പ് വരും, അല്ലെ. അപ്പൊ അതാണ് ഒരു നല്ലൊരു ഇന്റർവ്യൂ സെക്ഷൻ ഈ എംപ്ലോയറിന്റെ ഗുഡ്വില്ല് വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ സൽസ്വഭാവം വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, എന്താ മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഇന്റർവ്യൂവറിന് എന്താ? ഇംപ്രൂവ് ഗുഡ്വിൽ ഓഫ് എംപ്ലോയേഴ്സ്, എംപ്ലോയേഴ്സിന്റെ ഗുഡ്വില്ല്, സത്കീർത്തി വർദ്ധിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് അവിടെ. നമ്മുടെ എംപ്ലോയേഴ്സിന് നമുക്ക് ഇന്റർവ്യൂ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ജോലി അന്വേഷിക്കുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ധാരാളം വിവരങ്ങൾ എംപ്ലോയറിന് കിട്ടും. പിന്നെ ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ ഒരു ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. പിന്നെ എംപ്ലോയറിന്റെ സൽകീർത്തി വർദ്ധിപ്പിക്കാനും ഒരു ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തത് രണ്ടാമത്തെ ജോബ് സീക്കേഴ്സ് ആണ്. ഇനി ജോലി അന്വേഷിക്കുന്നവര് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഇന്റർവ്യൂവിലൂടെ കിട്ടുന്നതെന്ന് നോക്കിയേ. ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ ഫോർ ജോബ് സീക്കേഴ്സ് ആർ ഫോളോസ്. താഴെ പറഞ്ഞേക്കുന്നത് ജോബ് സീക്കർ ഇന്റർവ്യൂവിന്റെ അഡ്വാൻറ്റേജ് ആർക്ക് വേണ്ടി? ജോബ് സീക്കേഴ്സിന് ആർ ആസ് ഫോളോസ്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഈ ഒരു അഡ്വാൻറ്റേജ് ജോബ് സീക്കേഴ്സിന്, ജോലി അന്വേഷിക്കുന്നവര് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് ഒരു ഇന്റർവ്യൂ കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ നോക്കിയേ, പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി. എന്ത് ലഭിക്കുന്നു? പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, അല്ലെ. അവർക്കൊരു തൊഴിൽ കിട്ടൂലേ, അല്ലെ. അതാണ് ഒന്നാമത്തെ കാര്യം.
An interview helps the job seeker by providing an opportunity for employment. Employment എന്ന് പറഞ്ഞാൽ എന്താ? തൊഴില്. തൊഴിലിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവസരം കിട്ടുന്നു. ആ ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലല്ലേ നമുക്ക് ചിലപ്പോ അവർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ജോലി കിട്ടുള്ളൂ. അല്ലെ? നമ്മൾ ഇന്റർവ്യൂവിൽ പോകാതെ വീട്ടിൽ കുത്തിയിരുന്ന് കഴിഞ്ഞാല് നമുക്ക് ആരെങ്കിലും വീട്ടിലേക്ക് ജോലി കൊണ്ടുതരുമോ? കൊണ്ടുതരുമോ? വീട്ടിലേക്ക് നമുക്ക് ജോലി വേണോ എന്ന് ചോദിച്ചിട്ട് വരുമോ? ഇല്ല. അല്ലെ? നമ്മള് എന്താ പറയാ, നമുക്ക് നമ്മളൊരു ഇന്റർവ്യൂവിലൂടെ ആ ജോബ് സീക്കേഴ്സിന് ഒരു ജോലി ലഭിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നു. അതാണോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോട്ടോ. എല്ലാവരും ഞാൻ ഇങ്ങനെ ഇട്ട് വരുമ്പോഴേനും സമയം. Okay, an interview helps the job seeker by providing an opportunity for employment. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ഒരു ഇന്റർവ്യൂ അവർക്ക് ജോലി കിട്ടുന്ന ഒരു അവസരമാണ് അത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. It aids a candidate in presenting and conveying his vision, beliefs and thoughts to the employer. It aids. ഇനി എന്തിനാ? നമുക്ക് കാൻഡിഡേറ്റ്സിന് അവരുടെ വിഷൻ, കാഴ്ചപ്പാടുകള്, ബിലീഫ്, വിശ്വാസങ്ങള്, തോട്ട്സ്, അവരുടെ ചിന്തകള്, ഇതൊക്കെ എംപ്ലോയറിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനും കാൻഡിഡേറ്റ്സിന് ഒരു അവസരം ഇന്റർവ്യൂവിലൂടെ ലഭിക്കും. It aids the candidates in presenting and conveying his vision, belief and thoughts to the employer. കാൻഡിഡേറ്റ്സിന്റെ വിഷൻ, കാഴ്ചപ്പാട്, വിശ്വാസങ്ങള്, ചിന്തകള്, ഇതെല്ലാം എംപ്ലോയറിന് മുന്നിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ഒരു ഇന്റർവ്യൂയിലൂടെ സാധിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഹെൽപ്സ് കാൻഡിഡേറ്റ് ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ജോബ്. അല്ലെ? അടുത്തത് എന്താ? കാൻഡിഡേറ്റ്സിന് തീരുമാനിക്കാം. ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാം. ആ ജോലി എനിക്ക് പറ്റോ, അല്ലെങ്കിൽ ഞാൻ വില്ലിംഗ് ആണോ, അല്ലെ, എനിക്ക് ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്പ് ദ കാൻഡിഡേറ്റ്സ് to accept or reject the job. ഇപ്പൊ നമ്മളോട് ജോലി, നിങ്ങൾ ഇന്ന ദിവസം വന്ന് ജോലി ചെയ്യുക, ജോലിക്ക് കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് ചെല്ലുമ്പോഴായിരിക്കും ബുദ്ധിമുട്ട് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ അല്ലെ, അപ്പൊ നമുക്കത് ബുദ്ധിമുട്ടാവും. എന്നാല് നമ്മള് ഇന്റർവ്യൂ നടത്തിയിട്ടാകുമ്പോ ഇന്റർവ്യൂവിൽ നമുക്ക് ജോലിയെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമല്ലോ. എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയും, ഇത്ര ടൈം വരെയാണ്, ഇങ്ങനെ ജോലികളാണ് എന്നൊക്കെ ഓൾറെഡി നമുക്കറിയാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. അല്ലെ? അപ്പൊ നമുക്ക് ഡിസിഷൻ എടുക്കാം. ജോലി എനിക്ക് പറ്റുമോ, എനിക്ക് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണോ, റിജക്ട് ചെയ്യണോ, എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അല്ലെ? അത് അങ്ങനെ ഒരു സെലക്ട് ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. An interview helps the candidates by providing information pertaining ഇതുമായിട്ട് ബന്ധപ്പെട്ട് to the job and the employer. എംപ്ലോയറുമായി ബന്ധപ്പെട്ട്, ജോലിയുമായി ബന്ധപ്പെട്ട്, അല്ലെ, ആ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂയിലൂടെ നമുക്ക് ധാരാളം ഇൻഫർമേഷൻ കിട്ടും. അല്ലെ? ജോലിയെ കുറിച്ച് പറയും, എംപ്ലോയറിനെ കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂയിലൂടെ ലഭിക്കും. Underline ചെയ്തിട്ടെ, a dash help. An interview helps the candidate by providing information pertaining to the job and the employer. A candidate is thus aware of the compensation, perks and allowance, then working condition, job security, chances of promotion and transfer, other employment benefits. അപ്പൊ ഇന്റർവ്യൂയിലൂടെ തന്നെ കാൻഡിഡേറ്റ്സിന് ഒരു നല്ലൊരു അവയർനെസ് കിട്ടും. അല്ലെ? അവരുടെ കോമ്പൻസേഷൻ പാക്കേജ്, ആനുകൂല്യങ്ങള്, അലവൻസുകള്, വർക്കിംഗ് കണ്ടീഷൻ, ജോബിന്റെ സെക്യൂരിറ്റി, പ്രൊമോഷനുള്ള സാധ്യത, ട്രാൻസ്ഫറിനുള്ള സാധ്യത, മറ്റുള്ള എംപ്ലോയ്മെന്റ് ബെനിഫിറ്റുകള്, ഇതേ കുറിച്ചൊക്കെ കാൻഡിഡേറ്റ്സിന് ഒരു അവയർനെസ് നമുക്ക് അവയർ ആയിരിക്കും, ആ ഇന്റർവ്യൂയിലൂടെ കിട്ടും. If any, an interview, if any, benefits, if any. And then next sentence, an interview provides an opportunity to the candidates to clear all his or her doubt about the job. And അടുത്തെന്താ? An interview provide an opportunity. എന്തിനുള്ള ഒരു അവസരം കൂടിയാ നോക്കിയേ? To the candidates to clear all his or her doubts about the job. അല്ലെ? ജോലിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടാവും നമുക്ക്. ആ ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനും ഇന്റർവ്യൂ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. അണ്ടർലൈൻ ചെയ്തേ. An interview provide opportunity to the candidates to clear
all his or her doubts about the job. ജോലിയുമായി ബന്ധപ്പെട്ട് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഡൗട്ട്സുകള് എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരവും ഇന്റർവ്യൂയിലൂടെ ലഭിക്കുന്നു. Then this also helped him in taking a sensible decision for his career regarding accepting or rejecting the job if offered. This also helps him in taking sensible decision. ഒരു ന്യായമായിട്ടുള്ള അല്ലെ, സെൻസിബിൾ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള തീരുമാനം for his career regarding accepting or rejecting the job if offered. അവന് ഓഫർ ചെയ്ത ജോലി അത് അവന്റെ കരിയറുമായിട്ട് തന്റെ കരിയറിന് അനുയോജ്യമാണോ, അല്ലെ ആ ജോലി അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ, അതിനെ സംബന്ധിച്ച് തന്റെ കരിയറിന് അനുയോജ്യമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാനും ഇന്റർവ്യൂ ഈ കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും. Taking sensible decision. Sensible എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ള തീരുമാനം. എന്തിനെ കുറിച്ച്? For his career. അവന്റെ കരിയറിനെ കുറിച്ചുള്ള ന്യായമായ തീരുമാനം എടുക്കാനും ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യുന്നു. ഏതുമായി ബന്ധപ്പെട്ട്? Regarding accepting or rejecting the job. അല്ലെ, അവരുടെ കരിയറിന് ആ ജോലി സ്വീകരിക്കുന്നത് കരിയറിന് നല്ലതാണെങ്കിൽ അങ്ങനെ അല്ലെ, ആ ജോലി ഇപ്പൊ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ നമ്മുടെ കരിയറിനെ ബാധിക്കും, ഇതിപ്പോ തൽക്കാലം വേണ്ട, അങ്ങനെയുള്ള തീരുമാനമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും ന്യായമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ഇന്റർവ്യൂ ഹെൽപ്പ് ചെയ്യും. Then മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, helps job seekers to increase contact. Helps job seekers, ജോലി അന്വേഷിക്കുന്നവരില്ലേ, job seekers to increase contact. കോണ്ടാക്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അതെങ്ങനെയാ? An interview gives an opportunity to the candidates to build contact with the interviewer and other candidates as well. അല്ലെ, നമ്മളിപ്പോ ഈ ഒരു ഇന്റർവ്യൂവിന് ചെല്ലുകയാണ്. അപ്പൊ നമ്മളിപ്പോ 10 മണിക്ക് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മള് നേരത്തെ ചെല്ലണമെന്ന് പഠിച്ചില്ലേ അല്ലെ? ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മൾ ചെല്ലണം, അല്ലാതെ ആ കറക്റ്റ് സമയത്ത് ഓടിപ്പറിച്ച് ചെല്ലല്ല വേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ ചെല്ലുമ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ പരിചയപ്പെടില്ലേ? വീടെവിടെയാ, പേരെന്താണ്, എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടോ ഇതിന് മുന്നേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് നമ്മൾ പരിചയപ്പെടൂലേ കുറച്ച് സമയം കിട്ടിയാലും? പ്രത്യേകിച്ച് നമ്മളല്ലേ ഒരു 2 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമ്മളവിടെ ഇതല്ലേ അല്ലെ, ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നമുക്ക് ഇന്റർവ്യൂവറിനെ കുറിച്ചും ഇന്റർവ്യൂവറിനും അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് മറ്റുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് ഒരു നല്ലൊരു കോണ്ടാക്ട് കിട്ടും, നല്ലൊരു ബന്ധം ഉണ്ടാവും നമുക്ക് അല്ലെ. ഇപ്പൊ എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്ത ആളാണ് അല്ലെ, ഇന്റർവ്യൂവിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് അവരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മള് ഇന്റർവ്യൂവിന് നമ്മുടെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സുമായിട്ടൊക്കെ നമുക്കൊരു നല്ലൊരു കോണ്ടാക്ട് ഉണ്ടാവും. So in case a candidate is rejected in his very first effort of the job, and then these contact perhaps can help him to successful effort. അപ്പൊ നമ്മളിങ്ങനെ കുറെ നേരമൊക്കെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കാം, നമ്മളെല്ലാവരും ഇന്റർവ്യൂവിന് ഇരിക്കുകയാണ് അല്ലെ, നമ്മളായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തി, പക്ഷെ എന്നെ സെലക്ട് ചെയ്തില്ല, ഞാൻ റിജക്ട് ചെയ്തു. എന്നെ റിജക്ട് ചെയ്താലും ഇപ്പൊ ഞാൻ അവിടെ മിന്നുവിനോട് സംസാരിച്ചപ്പോ ചിലപ്പോ മിന്നുവിന്റെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടാവും. പിന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മിന്നുവായിട്ട് പരിചയപ്പെടുമ്പോ മിന്നുവിന് ചിലപ്പോ അവിടെ ജോലി കിട്ടിയായിരിക്കും. ഇനി പിന്നീട് എന്തെങ്കിലും ഓഫർ വരുമോ, അല്ലെങ്കിൽ മിന്നുവിന് അറിയാവുന്ന വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ഒഴിവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയുമില്ലേ? പറയോ? ഇനി പറയോ? ആരാ ഇവിടെ പറയണേ? നമ്മള് നല്ലൊരു റിലേഷനായി നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറയൂലേ കേട്ടോ. അതാ പറഞ്ഞ, അപ്പൊ നമുക്കൊരു ആ ഒരു കോണ്ടാക്ട് നമ്മൾ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു ആ എഫേർട്ട് അല്ലെ, ഈ വിജയകരമായ കാര്യങ്ങൾക്ക് ശ്രമങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പൊ ആ കോണ്ടാക്ട് വഴി വേറെ എവിടെയെങ്കിലും ഒഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇന്റർവ്യൂ ചെയ്താൽ ചിലപ്പോ എന്നെ അവിടെ സെലക്ട് ചെയ്യാതിരിക്കും കണ്ടോ. അപ്പൊ ഞാനത് അറിഞ്ഞത് മിന്നു വഴിയാ. നമ്മൾ അവിടെ നേരത്തെ ഇന്റർവ്യൂല് നമ്മൾ പരിചയപ്പെട്ട ആ ഒരു കോണ്ടാക്ട് വഴിയാണ് എനിക്ക് എന്താ പറയാ, ആ കോണ്ടാക്ട് വഴി എനിക്ക് നല്ലൊരു ഇതിലേക്ക് എത്താൻ പറ്റി
അല്ലേ? അതാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഹെൽപ് ദ ജോബ് സീക്കേഴ്സ് ടു ഇൻക്രീസ് ദ കോണ്ടാക്ട് വർദ്ധിപ്പിക്കുന്ന വഴി അവിടെ മറ്റു കാൻഡിഡേറ്റ്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും, ഇന്റർവ്യൂവറുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും. അതുവഴി നമുക്ക് എന്താ, ആ ജോലി എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ആ ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാകും. അതെന്തിന് കാരണമാകുന്നു? അദ്ദേഹത്തിന്റെ ആ ഒരു വിജയകരമായിട്ടുള്ള ഇനി നെക്സ്റ്റ് ഉള്ള കാര്യങ്ങൾ അതിൽ സക്സസ് ചെയ്യാനും സഹായമാകാം. ഓക്കെ, ക്ലിയർ ആയില്ലേ ജോബ് സീക്കേഴ്സിന്? ഒരു ഇന്റർവ്യൂ ജോബ് സീക്കേഴ്സിന് എന്താണ്, ഒരു തൊഴില് നമുക്ക് കിട്ടും, ഒരു എംപ്ലോയ്മെന്റിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരും. പിന്നെ ആ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കാൻ കാൻഡിഡേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കോണ്ടാക്ട് മറ്റുള്ള കാൻഡിഡേറ്റ്സും ജോബ് സീക്കേഴ്സും ഇന്റർവ്യൂറുമായിട്ടൊക്കെ നല്ലൊരു കോണ്ടാക്ട് കിട്ടുന്നത് വഴി പിന്നീട് അവന്റെ ഭാവി ജീവിതത്തിലേക്കുള്ള ഒരു വിജയത്തിലേക്കും കാരണമാകാം. ഇനി അടുത്തതാണ് ഡിസഡ്വാൻറ്റേജസ്. ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പെട്ടെന്നൊന്ന് നോക്കിയേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോന്ന്? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, വായിച്ചു നോക്കിയില്ലേ? ഇനി അപ്പൊ നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞത് എന്താ, അഡ്വാൻറ്റേജുകളാണ്. ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഇന്റർവ്യൂയിലൂടെ നമ്മുടെ എംപ്ലോയറിനും അതുപോലെ തന്നെ നമ്മുടെ ജോബ് സീക്കേഴ്സിനും എന്തൊക്കെ ഗുണങ്ങളാണ് ഒരു ഇന്റർവ്യൂയിലൂടെ ലഭിക്കുന്നത്, അതാണ് നമ്മൾ നോക്കിയത്. ആദ്യത്തെ നമ്മള് 4 പോയിന്റ്സ് പറഞ്ഞു. എംപ്ലോയേഴ്സിനുള്ള ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അവരുടെ അഡ്വാൻറ്റേജ് 4 പോയിന്റ്സ് പറഞ്ഞു, ജോബ് സീക്കേഴ്സിന്റെ 3 പോയിന്റ്സിനും പറഞ്ഞു. ഇനി നോക്കി, അപ്പൊ ഇനി തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവാതിരിക്കില്ല അല്ലെ? ഇനി എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്? ഒരു ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ആ ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ ഡാഷ് ഇട്ട് തന്നെ ചോദിക്കാം. ഇനി നോക്കിയ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇന്റർവ്യൂ. ഒന്നാമത്തെ നോക്കി, എക്സ്പെൻസീവ് ആണ് അല്ലെ? ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമാണോ അല്ലെ? അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാ, റൂം ഇത് സെറ്റ് ചെയ്യണം, വരുന്ന കാൻഡിഡേറ്റ്സിനുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? അവർക്ക് വേണ്ടിയിട്ടുള്ള റൂം, അവരുടെ ഫുഡ് കാര്യങ്ങള്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഇന്റർവ്യൂവിന് കൊടുക്കുന്ന സാലറി, അങ്ങനെ ഒരുപാട് ചെലവുകൾ അവിടെ വന്നിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അതാണ് ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കൊടുത്തേക്കുന്നത്. എക്സ്പെൻസീവ് ആണ്. ദ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് ആൻ ഇന്റർവ്യൂ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് മണി. ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. ഇത് എക്സ്പെൻസീവ് ആണ്. ഇൻ ദ ടേംസ് ഓഫ് ടൈം ആൻഡ് മണി, പൈസയും അതുപോലെ തന്നെ ടൈമും അല്ലേ? കുറെ പൈസയും വേണം, അതുപോലെ നമുക്ക് അതിനുള്ള ടൈമും വേണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ്, ഒരു ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് എക്സ്പെൻസീവ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ. The biggest disadvantage of an interview is that it is expensive. അത് വളരെ എക്സ്പെൻസീവ് ആണ്, ചിലവേറിയതാണ്. ഏതിന്റെ കാര്യത്തിൽ? ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് മണി, പൈസയുടെ അതുപോലെ ടൈം വെച്ച് നോക്കുമ്പോൾ വളരെയധികം ചിലവേറിയതാണ്. ഇനി അടുത്ത നോക്കിയ സബ്ജക്റ്റീവ്. അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇന്റർവ്യൂ എങ്ങനെയാണ്? ഒരു സബ്ജക്റ്റീവ് ആണ്. സബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? നമ്മുടെ ഒരു പേഴ്സണിന്റെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകൾക്കും ഇതിനൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം നൽകുന്നത്. അപ്പൊ ഞാൻ ഇന്റർവ്യൂവർ ആയിട്ടിരിക്കുകയാണെങ്കിൽ എന്റെ വ്യൂ ആണ് ഞാൻ അവിടെ രേഖപ്പെടുത്തുന്നത്, എന്റെ കാഴ്ചപ്പാടുകളാണ്. അതാണ് കുറച്ചുകൂടി അത് ഒരു സബ്ജക്റ്റീവ് ആണെന്ന് പറയുന്നത്. Okay, sometimes there are chances of personal biases. Biases എന്ന് പറഞ്ഞാൽ പക്ഷപാതങ്ങൾ, personal biases in the case of personal interview.
ഇല്ലേ? നമ്മളെല്ലാവരും ഇന്റർവ്യൂവിന് ഞാൻ വിളിച്ചേക്കാണ്. എനിക്ക് ഞാനും അമ്മൂന്ന് അവരൊരു ചെറിയൊരു റിലേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് അമ്മൂന്റെ സാഹചര്യങ്ങളൊക്കെ അറിയാം. എനിക്ക് വേണമെങ്കിൽ അമ്മൂനെ എന്റെ മനസ്സിലുണ്ട്, അമ്മൂനെ ആ ജോലിക്ക് സെലക്ട് ചെയ്താൽ കൊള്ളാന്ന്, അല്ലെങ്കിൽ സെലക്ട് ചെയ്യണം, അമ്മൂനെ ആ ജോലി കിട്ടണമെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കൊരു ഇതുണ്ടെങ്കിൽ അല്ലേ? അപ്പൊ എനിക്ക് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി നല്ല രീതിയിൽ കൊടുക്കാൻ പാടില്ലേ? അല്ലേ? അതാണ് പറഞ്ഞേക്കുന്നത്. പേഴ്സണൽ ഇന്റർവ്യൂല് പ്രത്യേകിച്ചും അവിടെ ഒരു പക്ഷപാതം, ഇപ്പൊ 10 പേരുണ്ടെങ്കിൽ അതിൽ ആരെങ്കിലും ഒരാളോട് എനിക്കൊരു താല്പര്യം കൂടുതലുണ്ടെങ്കിൽ അവരെ ആ ജോലിക്ക് സെലക്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ എനിക്ക് ഇത് ചെയ്യാം പറഞ്ഞേക്കുന്നത്. ദിസ് പ്രോബ്ലം ഓൾസോ മേ ടേക്ക് പ്ലേസ് ഇൻ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആർ ഡൂയിങ് പാർഷ്യലി കണ്ടോ? അതായത് നമ്മൾ ഈ ഇൻവെസ്റ്റിഗേറ്റേഴ്സേ പാർഷ്യലായിട്ട് ചിലപ്പോൾ കുറച്ചു പേരോട് ഭാഗികമായ കാര്യങ്ങള്, അത് മൊത്തം ചിലപ്പോ അത് ഓക്കെ ആവണമെന്നില്ല, കാര്യങ്ങള് ചെയ്യാം, കുറച്ചൊക്കെ ചെയ്തു, അങ്ങനെ ഒരു ഓക്കെ അല്ലാത്ത രീതിയിൽ ചെയ്യാണ്. ആൻഡ് ദേ ആർ ട്രൈങ് ടു ലീക്ക് ദ പോസിബിൾ ആൻസേഴ്സ് ടു ദ കാൻഡിഡേറ്റ്സ്. അത് സാധ്യമായിട്ടുള്ള ആൻസറുകള് നമ്മള് എന്താണ് ലീക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെ, പറഞ്ഞു കൊടുക്കുകയൊക്കെ ആണെങ്കിൽ, അപ്പൊ അങ്ങനെ എന്താ പറയാ, അങ്ങനെ ആകുമ്പോൾ ചിലപ്പോ മറ്റുള്ള ശരിക്കും ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ചിലപ്പോ അവിടെ ജോലി കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അവരെ സെലക്ട് ചെയ്യണമെന്നില്ല. അതാണ് രണ്ടാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്. ഉണ്ടോ? നമ്മളത് നമ്മുടെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മള് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് നമ്മളത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തില്ല, ഭാഗികമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൻസേഴ്സ് നമ്മള് പോസിബിൾ ആയിട്ടുള്ള ആൻസർ ലീക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക, അല്ലെ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും നമുക്ക് കറക്റ്റ് അതിന് അർഹതപ്പെട്ട ആളുകളെ ചിലപ്പോൾ ഒരു പക്ഷേ ആ ഒരു പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അടുത്തൊരു കാര്യം. മൂന്നാമത്തെ നോക്കിയേ, സബ്ജക്ട് ടു ബയാസ് ആൻഡ് പേഴ്സണൽ ട്രൈറ്റ്. പക്ഷപാതങ്ങളാണ് ബയാസ് എന്ന് പറയുന്നത്, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള്. നോക്കിയേ, another disadvantage is that sometimes an interview gets affected negatively by the manner in which questions are asked by the interviewer, his way of interaction, false recording, and at the same time by the respondent's wrong perception, then defective memories, lack of expression, etc. അതായത് ചിലപ്പോൾ ഈ ഇന്റർവ്യൂ നടത്തുന്ന ആളില്ലേ, ഇന്റർവ്യൂ നടത്തുന്ന ആള് ചിലപ്പോ ചോദിക്കുന്ന രീതി എല്ലാവരും ഓരോ രീതിയിലല്ല, ചിലപ്പോ എന്തെങ്കിലും ആ ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോ എന്തെങ്കിലും വ്യത്യാസം വരാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ആൻസറിങ് രീതിയില്, അല്ലെ, ആശയവിനിമയ രീതിയില്, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള റെക്കോർഡിങ്, എല്ലാ കാര്യങ്ങളും കറക്റ്റ് റെക്കോർഡ് ചെയ്തിട്ടില്ല, ഫോൾസ് റെക്കോർഡിങ്. At the same time, the respondents wrong perception, അല്ലെ, അതായത് സമയം ആ ഒരു എന്താ തെറ്റായിട്ടുള്ള ഒരു ധാരണ, കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള ഒരു ധാരണ, ഡിഫക്റ്റീവ് മെമ്മറീസ്, വികലമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകള്, ലാക്ക് ഓഫ് എക്സ്പ്രഷൻ ഇല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് ഒരു ഇന്റർവ്യൂവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആ സെലക്ഷൻ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ ഇന്റർവ്യൂവിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് നമ്മളൊരു അത് എന്താ ഒരു പക്ഷപാതം. ഇപ്പൊ നമ്മളോട് കൂടുതൽ താല്പര്യമുള്ള ആളുകളോട് വേണമെങ്കിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ എനിക്ക് കൂടുതൽ ഇതുള്ള ആളുകളുടെ അല്ലെങ്കിൽ അവര് പറയുന്നത് ചിലപ്പോൾ തെറ്റായിട്ട് വേണമെങ്കിൽ രേഖപ്പെടുത്താം, അല്ലെ, അങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്പ്രഷൻ ഇല്ലായ്മ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇന്റർവ്യൂവിനെ ബാധിക്കും. അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ, ഡിഫിക്കൽട്ടി ഇൻ അനാലിസിസ്. ഇനി അടുത്തെന്താ, ഒരു ഇന്റർവ്യൂ അനലൈസ് ചെയ്യാന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്റർവ്യൂ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാന്ന് വിചാരിക്കാം, ഇനി അതിനൊന്ന് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്യണം, എന്നിട്ട് വേണം അതിന് ആരെയാണ് നമ്മൾ ആ ഒരു പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ തീരുമാനിക്കാനായിട്ട്, അല്ലെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, അനലൈസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, വിശകലനം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. The results of an interview are very difficult to be analyzed. Analyze ചെയ്യാൻ ബുദ്ധിമുട്ടാണ് because of the subjective nature of the information as well as distortion.
ഡിസ്ട്രോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികലത ഇൻ ദ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന ആ സംസാരം ക്ലിയർ അല്ലായക, അതിലുണ്ടാകുന്ന വികലത. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ? ദ റിസൾട്ട് ഓഫ് ദ ഇന്റർവ്യൂ ആർ വെരി ഡിഫിക്കൽട്ട് ടു ബി അനലൈസ്ഡ്. ഇനി കുറെ പേര്, ഒരു 100 പേരെ ഇന്റർവ്യൂ ചെയ്തു, അതിൽ നിന്ന് ഒരു നല്ലൊരു റിസർച്ച് കിട്ടുക അല്ലെ, അത് അവരുടെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബിക്കോസ് എന്തുകൊണ്ടാ? സബ്ജക്റ്റീവ് നേച്ചർ, ഇന്റർവ്യൂവിന്റെ സബ്ജക്റ്റീവ് നേച്ചർ കാരണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകുന്ന വികലത, ഇൻഫർമേഷൻ, subjective nature of the information as well as the distortion in the communication. Communication ഉണ്ടാകുന്ന വികലത, അതുപോലെ തന്നെ ആ വിവരങ്ങളുടെ തെറ്റായിട്ടുള്ള സബ്ജക്റ്റീവ് നേച്ചർ, ഇത് കാരണം ആ ഇന്റർവ്യൂ അനലൈസ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അടുത്ത നോക്കിയേ, ineffective in some areas. ഇൻഎഫക്റ്റീവ് ഇൻ സം ഏരിയാസ്, ഇൻഎഫക്റ്റീവ് ആണ്. ഇനി എന്താ? അതായത് ചില ഏരിയകളില് ആ ഇന്റർവ്യൂ എന്താ പ്രയോജനമില്ലാത്തതാണ്, എഫക്റ്റീവ് അല്ല, പ്രയോജനമില്ലാത്തതാണ്. Okay, face-to-face interview are often incapable of gathering personal and financial information. ഒരു ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരു കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള, അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ശേഖരിക്കാൻ അനുയോജ്യമല്ല, അല്ലെങ്കിൽ അതിന് കഴിവില്ലാത്തതാണ്, അതിന് യോജിച്ചതല്ല ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ, ഗ്യാദർ ചെയ്യാൻ പറ്റൂല. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. കാൻഡിഡേറ്റ്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് പറ്റില്ല ഏത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. Such kind of information may be obtained through mail questionnaires, especially if there is no compulsion to undersigning. പ്രത്യേകിച്ച് പറയാണ് അവിടെ, അതായത് നമുക്ക് എന്താ, നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ഏതിലൂടെ നമുക്ക് ലഭിക്കാൻ പറ്റും? അപ്പൊ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂയിലൂടെ നമുക്ക് കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ, ശേഖരിക്കാനായിട്ട് കഴിവില്ല, അതിന് ഇൻകാപ്പബിൾ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ എവിടെ നിന്നാ നമുക്ക്, പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്? ത്രൂ മെയിൽ ക്വസ്റ്റിനെയേഴ്സ്. അണ്ടർലൈൻ ചെയ്തിട്ട്, ത്രൂ മെയിൽ ക്വസ്റ്റിനെയേഴ്സ്, എസ്പെഷ്യലി if there is no compulsion, നിർബന്ധമില്ലെങ്കിൽ to undersign it, അതിന് സൈൻ ചെയ്യണമെന്ന് നിർബന്ധമില്ലെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിനെയേഴ്സിലൂടെ നമുക്ക് എന്ത് ലഭിക്കും? ഈ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ലഭിക്കും. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തതാ. പിന്നെ ഈ നമുക്ക് പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ നമുക്ക് എവിടെന്നാ മേ ബി ഒബ്റ്റെയിൻഡ് ത്രൂ മെയിൽ ക്വസ്റ്റിനെയേഴ്സ്. ആ രണ്ട് സെന്റൻസും അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ത്രൂ മെയിൽ ക്വസ്റ്റിനെയേഴ്സ്. ഇനി അടുത്തതാണ് ആറാമത്തെ, റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ സങ്കീർണത. Recording complexities, സങ്കീർണത. An interview has a disadvantage as it causes a problem of recording information collected from the candidates. ഇല്ലേ, അതായത് നമ്മള് കാൻഡിഡേറ്റ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രോബ്ലം തന്നെയാണ്. അതൊരു ഇന്റർവ്യൂവിന്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാം. റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്, അല്ലെ, റെക്കോർഡ് ചെയ്യും. ഇപ്പൊ ഞാനിവിടെ നിന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, അത് എനിക്കൊന്ന് റെക്കോർഡ് ചെയ്യണ്ടേ, അതൊന്ന് നോട്ട് ചെയ്തെടുക്കണ്ടേ, അല്ലെ, അതൊരു ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. As it causes the problem of recording information collected from the candidates. Candidates നിന്നും കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രശ്നമാണ്. Then, for this purpose, there is no proper facility. For this purpose, ഈ ആവശ്യത്തിന് നമ്മൾ എന്താ, there is no proper facility. അതിന് എന്താ കറക്റ്റ് ആയിട്ടുള്ള ഫെസിലിറ്റി ഇല്ല. Note taking is supposed to be a distraction for both the interviewee and the interviewer as interrupts. Interrupts എന്ന് വെച്ചാൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, തടസ്സപ്പെടുത്തുന്നു.
interrupts the flow of conversation. അല്ലെ? ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക, ഇന്റർവ്യൂവിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോ നമ്മുടെ ബെറ്റി പറയുന്നത് എനിക്കൊന്ന് നോട്ട് ചെയ്തെടുക്കണ്ടേ, അപ്പൊ നമ്മുടെ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ അത് നോട്ട് ചെയ്യാൻ പോകുമ്പോ നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഒരു തടസ്സം ഉണ്ടാവില്ലേ? അല്ലെ? ഒരു ഡിസ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തടസ്സം ഉണ്ടാവുന്നു. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. നോട്ട് ടേക്കിംഗ്, നമ്മൾ ആ നോട്ട് ചെയ്തെടുക്കണം. നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തെടുക്കണം. അതിന്റെ അപ്പൊ നമ്മൾ തമ്മിലുള്ള സംസാരത്തിന്റെ ഇടയിൽ ആ ഇന്റർവ്യൂവർ ആ കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇന്റർവ്യൂവറും ഇന്റർവ്യൂയും തമ്മിൽ ഉണ്ടാകുന്ന ആ കോൺവെർസേഷന്റെ ഫ്ലോ, ആ ഒരു ഫ്ലോയില് എന്ത് ചെയ്യുന്നു? തടസ്സങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് അടുത്തൊരു ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, റെക്കോർഡിംഗ് കോംപ്ലക്സിറ്റീസ്. നമ്മുടെ ഇന്റർവ്യൂവറിന് ആ കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സങ്കീർണത, അതിലുള്ള ഒരു ബുദ്ധിമുട്ട്. ക്ലിയർ ആയോ? അടുത്ത് നോക്കിയേ, ഡിമാൻഡ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്. ഡിമാൻഡ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ് അല്ലെ? ഇനി നോക്കിയേ, എല്ലാവർക്കും നമ്മൾ പറഞ്ഞല്ലോ ആദ്യം, ഒരു ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളത് മിക്ക ഇന്റർവ്യൂവറും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ അതിന് വില്ലിങ് അല്ല. എന്തുകൊണ്ടാ? ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഈ ഒരു ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക എന്നുള്ളത് അല്ലെ? അപ്പൊ ഇങ്ങനെ നമ്മള് വെറുതെ ആർക്കെങ്കിലും പോയി ഇന്റർവ്യൂ എടുക്കാൻ പറ്റും? ഏത് ജോബിലേക്കാണ് ഇന്റർവ്യൂ ഉണ്ട്, അതിന് നല്ല നോളജും അതിന് നമ്മൾ നല്ല ഹയർ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ ഇന്റർവ്യൂ നടത്താൻ പറ്റുള്ളൂ അല്ലെ? ഇന്റർവ്യൂ അങ്ങനെ ഇത് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സിന്റെ ഡിമാൻഡ് അല്ലെ? അങ്ങനെ നല്ല കഴിവുള്ള ഇന്റർവ്യൂവേഴ്സിന്റെ ആ ഡിമാൻഡ്. ആൻഡ് interview requires a set of highly skilled interviewers whose availability is limited and the time, the cost spent on their training and development is also high. And interview requires a set of highly skilled interviewers. ഒരു ഇന്റർവ്യൂവിന് എന്താവശ്യമാണ്? A set of highly skilled interviewers വേണം അല്ലെ? നല്ല സ്കിൽഡ് ഉള്ള ഇന്റർവ്യൂവേഴ്സ് അത്യാവശ്യമാണ്. അവൈലബിലിറ്റി ഇസ് ലിമിറ്റഡ്. അവർക്കുടെ ലഭ്യത എല്ലാം ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. അങ്ങനെ നല്ല കഴിവുള്ള ഇന്റർവ്യൂവേഴ്സ് വളരെ കുറവാണെന്നേ. അപ്പൊ അതുകൊണ്ട് അവർക്കുടെ എന്താ? അവൈലബിലിറ്റി ലിമിറ്റഡ് ആണ്, പരിമിതമാണ്. And the time and the cost spent on their training and development is also high. പിന്നെ അതുകൂടാതെ ഇനിയിപ്പോ നമുക്ക് അത്രയും കഴിവില്ലാത്ത ആളാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ അതിന്റെ ആ ഒരു ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു പൊസിഷനിലേക്കൊക്കെ ട്രെയിനിങ് കൊടുത്ത് ആക്കാന്ന് പറഞ്ഞാൽ അതിനും എന്താണ്? ട്രെയിനിങ്ങിനും ഡെവലപ്മെന്റിനും എടുക്കുന്ന കോസ്റ്റ് അതും ഹൈ ആണ്. അതിനുവേണ്ടി ടൈം വേണം, അതിനുവേണ്ടി ചെലവാക്കുന്ന കോസ്റ്റ് ഇതൊക്കെ എന്താണ്? കൂടുതലാണ്. ഓക്കെ ആണോ? ആ സെന്റൻസ് നമുക്ക് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. An interview requires a set of highly skilled interviewers whose availability എന്നാ ആ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആ ഇന്റർവ്യൂവേഴ്സിന്റെ അവൈലബിലിറ്റി ലിമിറ്റഡ് ആണ്, കുറവാണ്. പിന്നെ ഇനി അവരെ ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമും അതിനു വേണ്ടി ചെലവാക്കുന്ന കോസ്റ്റും എങ്ങനെയാണ്? കൂടുതലാണ്. അത്രയാണ് നമ്മൾ ആ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കേട്ടോ. ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ്, പിന്നെ സബ്ജക്റ്റീവ് ആണ്, പിന്നെ സബ്ജക്റ്റീവ് ബയാസ് ആൻഡ് പേഴ്സണൽ ട്രേറ്റ്സ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങള്, പേഴ്സണൽ വശവാദങ്ങള്, അങ്ങനെയുള്ള അതൊക്കെ ഇന്റർവ്യൂവിന് വരാം. പിന്നെ ആ ഇന്റർവ്യൂ നടത്തി നമ്മൾ ആ ഇന്റർവ്യൂ അനലൈസ് ചെയ്യുക എന്നുള്ള കാര്യവും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പിന്നെ അടുത്തത് എന്താണ്? ചില ഏരിയയിൽ അത് ഫലപ്രദമല്ല അല്ലെ? അതായത് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ നമ്മൾ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന പേഴ്സണൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അല്ലെ? അത് അതിന് ആപ്റ്റല്ല. അതാണ് ചില ഏരിയകളിൽ ഇങ്ങനെ ഇൻഎഫക്റ്റീവ് ആണ്. പിന്നെ അടുത്തത് റെക്കോർഡ് ചെയ്യാനുള്ള ഇന്റർവ്യൂവറിന് കറക്റ്റ് ആയിട്ട് കാൻഡിഡേറ്റ്സ് പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണ്ടേ? ആ റെക്കോർഡ് ചെയ്യാനുള്ള സങ്കീർണത. പിന്നെ ഡിമാൻഡ് സ്കിൽഡ് ഇന്റർവ്യൂവേഴ്സ്, അതായത് സ്കിൽഡ് ആയിട്ടുള്ള ഇന്റർവ്യൂവേഴ്സിന്റെ ഡിമാൻഡ്. നമ്മൾ ഒരു ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവർ വേണം.
അല്ലെ? ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവർ വേണം ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നല്ല കഴിവുള്ള ഇന്റർവ്യൂവറുടെ അവൈലബിലിറ്റി കുറവാണ്. അപ്പൊ ഇനി അവരെ നമ്മള് ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് ഒക്കെ കൊടുത്ത് നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് ചെലവാക്കുന്ന ടൈമും കോസ്റ്റ് ഇതും കൂടുതലാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റുകളൊക്കെ അല്ലേ? ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ജോലിക്കൊക്കെ നമ്മൾ ഫിസിക്കലി ആപ്റ്റ് ആണോ എന്ന് നോക്കണം അല്ലെ? പ്രത്യേകിച്ച് ലോവർ ലെവൽ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും ഫിസിക്കൽ എക്സാമിനേഷൻ ടെസ്റ്റ് നടത്തും. ചില ജോലിക്കൊക്കെ ഇന്റലിജൻസ് അല്ലെങ്കിൽ അങ്ങനെയല്ലാതെ വേണ്ടത് അവർക്ക് അതിനുള്ള ഫിസിക്കലി അവർ ഓക്കെ ആണോ എന്നുള്ളത് നോക്കണം അല്ലെ? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് അടുത്തത്. പിന്നെ അവിടെ മെത്തേഡ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻസ് കുറച്ചുണ്ട്. പിന്നെ അത് സിഗ്നിഫിക്കൻസ്. അത്രയാണ് ആ ഒരു സെക്ഷൻ വന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിന് നമുക്കത് നോക്കാം. പിന്നെ റെഫറൻസ് ചെക്ക് മുതല് നിഷാമാം എടുത്തില്ലേ നിങ്ങൾക്ക് അല്ലെ? ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഇന്റർവ്യൂ സെലക്ഷനിൽ നമ്മളൊരു ടേബിൾ വരുന്നുണ്ട്. അതുകൂടി ഞാൻ എടുത്തു തരാം കേട്ടോ. ഞാൻ ചാപ്റ്റർ ഞാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ആ ഡിഫറൻസ് കൂടി നമുക്ക് ആ ടേബിളിൽ നോക്കാം. അത്രയായി കഴിഞ്ഞാൽ ഒരുവിധം എന്താ പറയാ ആ ഒരു പോർഷൻ അത്രയും തീരും. പിന്നെ എന്താ പറയാ നമുക്ക് ഒരു ക്ലാസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഞാൻ എടുത്തേനെ. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് ഉള്ളത് കൊണ്ട് അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ വരെ നമ്മുടെ റെഫറൻസ് ചെക്കിന് മുന്നേ വരെ അതായത് സിഗ്നിഫിക്കൻസ് ഓഫ് ഫിസിക്കൽ എക്സാമിനേഷൻ അവിടെ വരെ ഞാൻ എടുത്തു തരാം കേട്ടോ. പിന്നെ ഇനി ആരെങ്കിലും മിസ്മാർക്ക് തീർന്നില്ലെങ്കിൽ എനിക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് കണ്ടിന്യൂ ചെയ്തെടുക്കാം. പിന്നെ ഒരു ടേബിളും ലാസ്റ്റ് വന്നിട്ട് അതും കൂടി നമുക്ക് നോക്കാം. എന്നാൽ ഫിസിക്കൽ എക്സാമിനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഫിസിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണേ. ഓക്കെ, താങ്ക് യു. ഓക്കെ.